ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ NHS ഹോസ്പിറ്റലുകളിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആയിരങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന കുറച്ച് വിവരങ്ങളാണ് ഇപ്പോഴേ യു കെയിൽ പുറത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് ഇപ്പോഴുള്ള വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ NHS ബ്രോക്കൺ ആയിരിക്കുന്നതാണ്. അതായത് യു കെയിലെ NHSൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നല്ല രീതിയിലല്ല ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7.5 മില്യൺ അപ്പോയിൻമെൻറ്റുകളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പെൻഡിങ്ങുകൾ തീർക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കുറച്ച് നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അദ്ദേഹം അതിന് കുറച്ച് സജഷൻസ് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 അപ്പോയിൻമെൻറ്റുകൾ ആഴ്ചയിൽ നടത്തുക, അതിനുവേണ്ടി വീക്കെൻഡുകളും അതുപോലെ തന്നെ ഈവനിങ്ങുകളിലും കൂടുതൽ ആൾക്കാരെ നിയമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു യു കെയിലെ NHS അടുത്ത 10 വർഷം എങ്ങനെയായിരിക്കണം, ഇപ്പോഴെന്തൊക്കെയാണ് ഇതിലെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് യു കെയിലെ NHSകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന വെസ്റ്റ് ട്രീറ്റിംഗ് ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. പ്രൊഫസർ ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ യു കെ NHS സർവീസ് നേരിടുന്ന കൃത്യമായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് ഒരു പ്രത്യേക കമ്മിറ്റിയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. ഈ ഒരു കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് കാത്തിരിപ്പ് സമയം. അതായത് നമ്മളുടെ NHSലെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് മാസങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് ക്ഷാമമാണ്. NHSൽ കാര്യമായ ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നു. ഇത് പരിചരണത്തിൻ്റെ ഗുണനിലവാരത്തെയും ലഭ്യതയെയും ബാധിക്കുന്നു. RCN, അതായത് നമ്മുടെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറഞ്ഞിരിക്കുന്നത് NHS ഇംഗ്ലണ്ടിൽ മാത്രം ഏകദേശം ഒരു 40,000-ഓളം നഴ്സിംഗ് വേക്കൻസികൾ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ബജറ്റ് പരിമിതികളും ഫണ്ടിംഗ് പ്രശ്നങ്ങളുടെ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യ നവീകരിക്കുന്നതിനുള്ള NHSൻ്റെ കഴിവിനെ അത് തടസ്സപ്പെടുത്തി. NHS ട്രസ്റ്റുകളിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 1 ബില്യൺ പൗണ്ടിൻ്റെ കമ്മി നേരിടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ ഇതിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ ഫലങ്ങളിലെ വ്യതിയാനത്തെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കയുണ്ട്. ചില പ്രദേശങ്ങളിൽ മറ്റുള്ളവരെക്കാൾ മികച്ച പരിചരണം അനുഭവിക്കുന്ന ഗുണമേന്മയിലുള്ള പരിചരണത്തിലേക്കുള്ള പ്രവേശനം പരിമിതിക്കുള്ള ഉയർന്ന തോതിലുള്ള ദാരിദ്ര്യമുള്ള മേഖലകളിൽ ആരോഗ്യപരമായ അസമത്വങ്ങൾ പ്രത്യേകിച്ചും പ്രകടമാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളിലാണ് പ്രൊഫസർ ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കമ്മിറ്റി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കമ്മിറ്റി ഓൾറെഡി തന്നെ അവരുടെ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. RCN ജനറൽ സെക്രട്ടറി നിക്കോള റേഞ്ചറും ലോർഡ് ഡാൻസിയും തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് RCNൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു കെയിലെ NHS ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന 5 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ NHS ഹോസ്പിറ്റലുകളിലെ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ NHS ഇംഗ്ലണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു വാർഡിൽ എന്ന് പറഞ്ഞാൽ 1:8 ആയിരിക്കും അവരുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. സർജിക്കൽ വാർഡുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് 1:6ഉം അതുപോലെയൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പോൾ മറ്റുള്ള ക്രിട്ടിക്കൽ കെയറുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1:1 അല്ലെങ്കിൽ 1:2 അങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ വരേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു NHS ഇംഗ്ലണ്ട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഓഫ് സ്റ്റാഫാണ്. അതുകൊണ്ട് തന്നെ പല വാർഡുകളിലും ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ 1:12 അല്ലെങ്കിൽ 1:10. അപ്പോൾ നമ്മുടെ വാർഡുകളിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഷോർട്ടേജ് ആണെങ്കിൽ 4 നേഴ്സാണ് ഉള്ളതെങ്കിൽ 3 പേരെ ഉള്ളതെന്നുള്ളത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു 30 പേഷ്യൻ്റ് ഉള്ളതാണെങ്കിൽ മിക്കവാറും ഒരു 10 പേഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത്. NHS ഇംഗ്ലണ്ടിലെ ഈ ഒരു പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ കൃത്യമായിട്ടുള്ള ആ ഒരു അനുപാതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവരിപ്പോൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോറിഡോർ കെയറാണ്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡിന് ശേഷം ഏതൊരു NHS ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏതൊരു വാർഡുകളിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേഷ്യൻ്റ് കോറിഡോറിൽ ഇപ്പോഴുണ്ട്. കാരണം NHS ഹോസ്പിറ്റലുകൾക്ക് ധാരാളം രോഗികൾ വന്നു കഴിയുമ്പോൾ അവരെ മുഴുവനും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകൾക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ കപ്പാസിറ്റിക്ക് ഓവറായിട്ടാണ് പേഷ്യൻ്റ് ഇപ്പോഴും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 2-3 പേഷ്യൻറ്റിനെ അവർ എക്സ്ട്രാ ഓരോ വാർഡുകളിലേക്കും വിടുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഈ അസുഖബാധിതരായിട്ട് വരുന്ന പേഷ്യൻസിനെ മുഴുവനും അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ RCN എപ്പോഴും പറഞ്ഞ പോലെ തന്നെ UK സ്റ്റാഫ് ഷോർട്ടേജ് ഏകദേശം 30,000-40,000 നേഴ്സസിൻ്റെ വേക്കൻസികളാണ് ഇംഗ്ലണ്ടിലെ NHS ഇപ്പോഴും നേരിടുന്നത്. NHS ഇൻ്റർവ്യൂകൾ നടത്തി ആവശ്യത്തിനുള്ള നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ RCN സെക്രട്ടറി ഈ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 10 വർഷവും ഇതേപോലുള്ള ഒരു രീതിയിലായിരിക്കും UKയിലെ NHS കടന്നു പോകുന്നത്. കാരണം ഈ അപ്പോയിൻമെൻറ്റുകൾ കൂടി വരികയല്ലാതെ ഈ അപ്പോയിൻമെൻറ്റുകൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതായത് ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ധാരാളം വേക്കൻസികളാണ് ഇപ്പോഴും NHS ഇംഗ്ലണ്ടിലുള്ളത്. അപ്പോൾ അത് എന്തായാലും റിക്രൂട്ട്മെൻറ്റുകൾ കൂട്ടിക്കൊണ്ട് ഈ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. കാരണം NHS UKയ്ക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് നല്ല രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടത്താനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഫീസ് അതുപോലെ തന്നെ അവർക്ക് വരുന്ന ചിലവുകളെല്ലാം തന്നെ ഫ്രീ ആക്കണം. എന്തായാലും അടുത്ത 10 വർഷത്തേക്ക് ഈ ഒരു NHSൻ്റെ സർവീസ് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ വലിയ രീതിയിൽ UKയിൽ നടക്കുന്നു. അങ്ങനെ ഒരു കമ്മിറ്റി ഇപ്പോൾ ഓൾറെഡി അവരുടെ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. RCNൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞു. മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കമ്മിറ്റി അടുത്ത സെപ്റ്റംബർ 3 അവർക്ക് ഇത്രയും നാൾ കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് വീണ്ടും ഈ ഒരു RCNൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് സെപ്റ്റംബർ 3 വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് പോകുന്നു. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം UK NHS നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടുമാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ UKയിലെ NHS നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ UKയിലെ NHS അടുത്ത 10 വർഷത്തേക്ക് നല്ല രീതിയിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫ് ഷോർട്ടേജാണ്. ആ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. മാത്രമല്ല UKയിലേക്ക് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ UKയിൽ ഇപ്പോഴും നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഫീസുകളും അവർക്ക് വരുന്ന മറ്റ് ചിലവുകളും ഫ്രീ ആക്കി കൊടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഇപ്പോഴും വെച്ചിട്ടുണ്ട്. എന്തായാലും വെസ്റ്റ് റേറ്റിങ്ങിൻ്റെ മുന്നിലേക്ക് ഈ ഒരു കമ്മിറ്റിയുടെ കണ്ടുപിടിക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ ഒരു സെപ്റ്റംബർ പകുതിയോടുകൂടി തന്നെ വെളിയിൽ വരും. കാരണം ഇപ്പോഴത്തെ ഹെൽത്ത് സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രോക്കണായി കിടക്കുന്ന ഈ ഒരു NHS സർവീസിനെ നേരായ രീതിയിൽ കൂടി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി കണ്ടുപിടിക്കുന്ന ഈ ഒരു ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കണ്ടുപിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഹെൽത്ത് സെക്രട്ടറിയുടെ മുമ്പിലേക്ക് വയ്ക്കും. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു പുതിയ റിസൾട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ UKയിലെ ഒരു ഇൻ്റർവ്യൂകളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അടുത്ത സെപ്റ്റംബർ പകുതിയോടുകൂടി ഈ ഒരു റിപ്പോർട്ട് വെളിയിൽ വരുമ്പോൾ ആ ഒരു സമയത്തേക്ക് എന്തായാലും ഒരു റിക്രൂട്ട്മെൻറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിനുള്ള റിക്രൂട്ട്മെൻറ്റുകളൊന്നും നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും പറയാനായിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ലോർഡ് ഡാൻസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിരിക്കുന്നു. അവരവരുടെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. RCNൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് അവർ കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കുന്നു. അടുത്ത സെപ്റ്റംബർ 3 വീണ്ടും ഒരു കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു നടപടികൾ സ്വീകരിക്കാനായിട്ട് പോകുന്നു. എന്തായാലും നല്ലൊരു നാളേക്ക് വേണം നമുക്ക് കാത്തിരിക്കാം. പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും വേണം നന്ദി, നമസ്കാരം.